ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് നാട്ടുകാർ കൂടി കേൾക്കേണ്ടതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ SFIO എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോ മൂക്ക് ചെത്തിക്കളയുമെന്നുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ. ആ ഒരു പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലകളിൽ ഇടതുപക്ഷത്തിന്റെ നേതാവായിരുന്ന അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനും സമാനമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയതിന്റെ അനുഭവം കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷിന്റെ സുഹൃത്തും തലസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള IP ബിനു പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് വായിക്കാനിടയായി. നാട്ടുകാർ വളരെ കൃത്യമായി കേൾക്കണം. കാര്യം ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളായതുകൊണ്ട് വേട്ടയാടപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിന് മറ്റൊരു കാരണവുമില്ല. CPM-ന്റെ നേതാക്കളായതുകൊണ്ട് CPM-ന്റെ മുഖമായിട്ടുള്ള നേതാക്കന്മാരെ ആശയം കൊണ്ട് നേരിട്ട് അവർക്ക് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ എങ്ങനെയും തകർക്കണം. അതിന് കണ്ടെത്തിയിരിക്കുന്ന വഴിയാണ് കുടുംബാംഗങ്ങളെ ഇരയാക്കുക. അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ച് അവരെ വേട്ടയാടിക്കൊണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്ന നേതാവ് ആരാണോ അവരുടെ ആത്മവിശ്വാസം തകർക്കുക, അവരുടെ മനസാന്നിധ്യം നശിപ്പിക്കുക, അവരെ അതിലൂടെ ഇല്ലായ്മ ചെയ്യുക. ഇതാണ് സംഘപരിവാർ തന്ത്രം. കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ബിനീഷ് കോടിയേരിയെ ആ നിലയ്ക്കാണ് വേട്ടയാടിയത്. ഇന്നിപ്പോ ബിനീഷിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ സംഘപരിവാറുകാർക്കോ ഒരു വിഷയത്തിലും വിമർശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്തുന്നില്ല. എന്തുകൊണ്ടാണ്? ഇന്നിപ്പോ കോടിയേരിയില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് IP ബിനു മുൻപ് കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിനീഷിനെ അകാരണമായി അല്ലെങ്കിൽ നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ലഹരി കേസിൽപ്പെടുത്തി 1 വർഷം ജയിലിലടച്ച സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ അത് കേൾക്കണം. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി മക്കളെ ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ ഇങ്ങനെ പ്രചരണം നടത്തുന്നു. മാധ്യമങ്ങൾക്ക് മാസപ്പടി കണക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നെറികെട്ട പ്രവർത്തനവും ചെയ്യാൻ തയ്യാറാണല്ലോ മുതലാളിമാർക്ക് കാശ് കണ്ടാ മഞ്ഞളിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ബിനീഷ് കോടിയേരിയെ എങ്ങനെയാണോ ട്രാപ്പിൽപ്പെടുത്തിയത് അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയനെയും ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ആ പോസ്റ്റ് വെളിവാക്കുന്നുണ്ട്. ആ പോസ്റ്റ് കുറച്ച് ലെങ്തി ആണെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി ആ പോസ്റ്റിലെ വരികൾ കേട്ടിരിക്കണം. പലരും വായിക്കാൻ മെനക്കെടാത്തത് കൊണ്ടാണ് അതെന്താണെന്ന് വായിച്ച് തന്നെ കേൾപ്പിക്കുന്നത്. കേൾക്കാനാകുമ്പോൾ കുറച്ച് സമയം മതിയാകുമല്ലോ. അപ്പോ ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അന്ന് ബിനീഷ്, ഇന്ന് വീണ, രണ്ടിലും ലക്ഷ്യം ഒന്ന് തന്നെ. ഇതാണ് ക്യാപ്ഷൻ. പിന്നാലെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്. വീണ വിജയനെതിരെയുള്ള SFIO നീക്കം കാണുമ്പോൾ മുൻപ് പ്രിയ സുഹൃത്ത് ബിനീഷ് കോടിയേരി നേരിട്ട സമാന അനുഭവമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. രണ്ടുപേർക്കും ഈ ദുരനുഭവം നേരിടേണ്ടി വന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇടതുപക്ഷത്തിന്റെ മുഖമായ നേതാക്കന്മാരുടെ മക്കളായി പോയി എന്നത്. അന്ന് കോടിയേരിയെ ലക്ഷ്യം വെച്ചാണ് മകൻ ബിനീഷിനെ മനസാ വാച കർമ്മണ അറിയാത്ത കേസിൽപ്പെടുത്തിയത്. ചെയ്ത തെറ്റ് ബംഗളൂരുവിലെ പരിചയമുള്ള സുഹൃത്തിന് അത്യാവശ്യമായി കാശ് കടം ചോദിച്ചപ്പോൾ കൊടുത്തു, അതും അക്കൗണ്ടിലൂടെ. ആ സുഹൃത്ത് പിന്നീട് അവിടെ ലഹരി കേസിൽ അറസ്റ്റിലായപ്പോൾ പണം അയച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു തെളിവുമില്ലാതെ ബിനീഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജാമ്യം പോലും നിഷേധിച്ച് 1 വർഷത്തോളം ജയിലിലടച്ചു. ഇന്നത്തെ പോലെ തന്നെ അന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നട്ടാൽ കുരുക്കാത്ത നുണകളായിരുന്നു ഏജൻസിക്കാർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് ആ കേസിൽ നിരപരാധിയായ വ്യക്തിയെ കേന്ദ്ര അന്വേഷണ ഏജൻസി കുടുക്കിയത്. പിന്നീട് ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ? ഒരുപക്ഷെ കേരളത്തിലെ കൂലിയെഴുത്ത് മാപ്രകൾ കാണിക്കുന്ന പിതൃശൂന്യത അവിടെയാണ്. തെളിവുകളില്ലാത്തതിനാൽ ബിനീഷ് കോടിയേരിയെ ബംഗളൂരു ഹൈക്കോടതി വെറുതെ വിട്ടു. പക്ഷേ അക്കാര്യം വാർത്തയായില്ല. അതുകൊണ്ട് തന്നെ ബിനീഷിന്റെ നിരപരാധിത്വം അധികം ആരും അറിഞ്ഞതുമില്ല. നെറുകെട്ട മാപ്രകൾ ആരെയും അറിയിച്ചതുമില്ല. അന്ന് ആ വിവാദത്തിന്റെ വൈഷമ്യത്തിൽ കോടിയേരിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി. പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോലും മാറി നിൽക്കേണ്ടി വന്നു. ഇന്ന് കോടിയേരിയില്ല. അതോടെ ബിനീഷിന്റെ പേരും അവർ മറന്നു. ഇന്നവർക്ക് ബിനീഷിനെ ആവശ്യമില്ല. കാര്യം അന്നവർ ലക്ഷ്യം വെച്ചത് ബിനീഷിനെ ആയിരുന്നില്ല, CPM-ന്റെ കരുത്തുറ്റ നേതാവായ കോടിയേരിയായിരുന്നു. ഇന്നിപ്പോൾ പിണറായിയുടെ മകളുടെ കാര്യവും പരിശോധിക്കുമ്പോൾ ബിനീഷിന് സംഭവിച്ചതിന്റെ സമാനമാണ്. 2 കമ്പനികൾ തമ്മിൽ നടത്തിയ കരാർ ഇടപാടിന്റെ ഭാഗമായി കേസിൽ പ്രതി ചേർത്തു. മുഖ്യമന്ത്രിയായ അച്ഛന്റെ സഹായം ഉള്ളതുകൊണ്ട് 2020 തന്നെ ആ കമ്പനി പൂട്ടിപ്പോയി. ആ കമ്പനിയുടെ
സാമ്പത്തിക ഇടപാട് നികുതി ഒടുക്കി അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയത് അഴിമതിയാണ് പോലും. അതും കേരള ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞ കേസ്. ഇന്നവർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ മുഖം ഇന്ന് പിണറായിയാണ്. ആ വ്യക്തിയെ ആക്രമിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കരുവാക്കുന്നു. മകളെ അഴിമതി വിവാദത്തിൽപ്പെടുത്തി വാർത്തകൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ ജനമധ്യത്തിൽ അവഹേളിക്കുക മാത്രമാണ് ലക്ഷ്യം. പിതാവിനെ വേട്ടയാടുക, ഇല്ലായ്മ ചെയ്യുക. ഒരു തവണ കൺമുന്നിൽ കണ്ടതാണ്. ഇനിയും അത്തരം ഒരു വേട്ടയാടൽ നിശബ്ദമായി നിന്നുകൊടുക്കാൻ കഴിയില്ല തന്നെ. ജീവൻ കൊടുത്തും വീണയ്ക്കൊപ്പം നിന്ന് പ്രതിരോധമാകും, ഒരു സംശയവുമില്ല. ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾ ഈ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് വല്ലാത്ത പൊള്ളലുണ്ട്. കേരളത്തിൽ ഒരു പണിയും എടുക്കാതെ, ഒരു രാഷ്ട്രീയ പദവിയും വഹിക്കാതെ BJP RSS നേതാക്കന്മാർ കണക്കിൽപ്പെടാതെ അനധികൃതമായി സമ്പാദിച്ച കോടിക്കണക്കിന് സ്വത്തുക്കൾ കേന്ദ്ര ഡോഗ് സ്ക്വാഡായ ED വെറുതെ ഒന്ന് പരതിയാൽ കണ്ടുകെട്ടാൻ കഴിയും. പക്ഷേ അവർക്കത് വേണ്ടല്ലോ. അവർക്കിവിടെ BJPക്ക് രാഷ്ട്രീയ മണ്ണ് ഒരുക്കുകയാണ് ലക്ഷ്യം. അതിന് തൽക്കാലം വഴങ്ങിത്തരാൻ സൗകര്യമില്ല. ഇതാണ് IP ബിനുവിന്റെ പോസ്റ്റ്. സ്വന്തം സുഹൃത്തിന് സംഭവിച്ചത് അടുത്തു നിന്ന് അറിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തെ കുറിച്ച് അറിയാമായിരുന്നിട്ടും അതിനെക്കുറിച്ച് വിശദീകരിച്ച് കേൾക്കുമ്പോഴും നിസ്സഹായാവസ്ഥയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്നു. അന്ന് പൊടുന്നനെ ഇതുപോലെ മാധ്യമങ്ങളിലൂടെ കുറെ വാർത്ത കൊടുക്കുന്നു, എന്നിട്ട് ഒരു വ്യക്തിയെ അകാരണമായി വേട്ടയാടുന്നു. ഏറ്റവും ഒടുവിൽ ആ കേസ് കോടതിയിൽ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലെടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുമ്പോൾ ഇന്നലകളിൽ എന്തിനാണ് ബിനീഷ് കോടിയേരിയെ ഇല്ലാത്ത ലഹരി കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന ചോദ്യം അത് ആവിയായി പോയിരിക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ നിരപരാധിയായ ഒരു വ്യക്തിയെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യാമോ, ജയിലിൽ അടയ്ക്കാമെന്ന ചോദ്യം ഉന്നയിക്കാൻ ഇവിടെ മാപ്രകൾക്കൊന്നും തണ്ടല്ലുറപ്പില്ല. അങ്ങനെ ചോദിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തിനകത്ത് ED കയറും, പൂട്ടുവീഴും. അതുകൊണ്ട് സംഘപരിവാർ പറയുന്നത് പോലെ വാലാട്ടികളായിട്ട് നിന്നുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി കൃത്രിമ കഥകൾ രചിക്കുകയാണ്. ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അപ്പൊ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. SFIO ഡൽഹി കോടതിയിൽ സമർപ്പിക്കേണ്ട കുറ്റപത്രം നേരെ സമർപ്പിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലാണ്, BJP കേരള സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. അവിടെ തന്നെ പൊളിയല്ലേ. ഒരു കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് അത് പുറത്തേക്ക് വന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചില മാധ്യമങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നു, വാർത്തയാക്കുന്നു, ചർച്ചയാക്കുന്നു, വാർത്താ പ്രളയം സൃഷ്ടിക്കുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ നേരിട്ട് വരികയും കോൺഗ്രസുകാരെല്ലാം വഖഫ് ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ ചർച്ചയുടെ ഭാഗമാകാത്തതിന്റെ പേരിൽ വലിയ ന്യൂനപക്ഷ രോഷം നേരിടുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില ഓട്ടക്കാരണ തന്ത്രങ്ങൾ ഇറക്കി ഇടതുപക്ഷ നേതാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തി ഈ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാൻ ചിലർ മുൻപും ഇതുപോലുള്ള നീക്കം നടത്തിയിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തെളിയുന്നത്. അത് ഈ നാട് മനസ്സിലാക്കുക. ഇത് കേവലമായി സംഭവിക്കുന്ന ഒരു വിഷയമല്ല, കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംഭവവികാസമാണെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയുടെ അനുഭവം തെളിയിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇന്നലകളിൽ സംഭവിച്ച ഈ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളെ ഉപയോഗപ്പെടുത്തിയുള്ള വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് അതിലൂടെ തെളിയിക്കപ്പെടുകയാണ്.